അപ്പൊ മഹിമ എന്താണ് ബ്രോമാൻസ് എന്താണ്? ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയി പോയി. കണ്ണ് ബ്ലിങ്ക് ചെയ്യുമ്പോഴാ ഗ്ലിറ്റർ ഇങ്ങനെ കാണുന്നു. ഞാൻ പെട്ടെന്ന് അതിനായി പോയി. ബ്രൊമാൻസ് എന്ന് പറയുന്നത് ഒരു ബ്രദർഹുഡിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ ഒരു സ്റ്റോറിയാണ്. ഒരു ഫ്രണ്ടിന് വേണ്ടി ഫ്രണ്ട്സ് ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളും കുറെ കോമഡിയും ഫൈറ്റും ഒക്കെ ഉള്ള ഒരു രസമുള്ള ഒരു ഫൺ പരിപാടിയായിരിക്കും ബ്രൊമാൻസ്. ഫുൾ നമുക്കൊരു എന്താ പറയാ അടിച്ചുപൊളി പടം അല്ലേ? അർജുൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ റൊമാൻസിന്റെ? അതിലൊരു ചേഞ്ച് ഓവർ ഒക്കെ ഉണ്ട്. അത് പറയാൻ പറ്റൂല, എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പരിപാടിയുണ്ട്, ഭയങ്കര ഒരു പാപം പേടിയൊക്കെയുള്ള ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു മച്ചാനാണ്. എല്ലാത്തിനും ഭയങ്കര ടെൻഷനാണ്, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും. അപ്പൊ അതില് ഫുള്ളൊരു വെറി ടെൻഷൻ പരിപാടിയൊക്കെ നടക്കുന്ന ഒരാള് അതിന്റെ ഫ്ലിപ്പ് ആവുമ്പോ എങ്ങനെ ഇരിക്കും, അതാണ്. നിങ്ങളുടെ ഈ ഒരു പ്രൊമോഷൻസിന്റെ ഒക്കെ ലുക്സ് ഒക്കെ കാണാം, അപ്പൊ എല്ലാരും ഭയങ്കര യോ ലുക്ക് ആണല്ലോ. ഇതിന്റെ പിന്നിൽ ആരാ ഉള്ളത്? ഞങ്ങളൊക്കെ തന്നെ. പ്രൊമോഷന്റെ ലുക്ക് ഞങ്ങൾ തന്നെയാണ്. എഡിജയുടെ ഒരു ഐഡിയ ആണ് ഓരോ പടത്തിലല്ല, പ്രൊമോഷൻ എല്ലാരും ഭയങ്കര ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ വരുന്ന പോലെ തോന്നിയോ? നല്ല രസമുണ്ട്, നല്ല രസമുള്ള ലുക്ക് എല്ലാവരും കൂടി. ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. എന്നെ കണ്ടിട്ട് ഏത് ഗാങ്സ്റ്റർ അപ്പൊ ഓവറോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എങ്ങനെ പോയി ത്രൂ ഔട്ട് ദ ഷൂട്ട്? അടിപൊളിയായിരുന്നു. ഇപ്പോഴുള്ള അതേ വൈബ് തന്നെ. ഇവർക്ക് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. ഇവരായിട്ട് ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ട്രെയിനിൽ കണ്ടതുപോലെ എന്റെ ക്യാരക്ടർ മിസ്സിംഗ് ആണ്. ഒരു പരിപാടിയാണ്. എന്നാലും ഉള്ള സമയങ്ങളിൽ ഞാൻ ഇവരോടും കൂടെ സിംഗായിട്ട് പോകുന്നത്. അർജുനേട്ടാ, ഈ ഒരു ഫ്രണ്ട് സർക്കിൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് വെക്കുന്ന, ലൈക്ക് നമ്മളെല്ലാ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലും കാണുമല്ലോ ഒരൊറ്റ ഒരാള് എല്ലാവരും എപ്പോഴും മറ്റേ ജോളിയായിട്ട് വെക്കുന്ന, ഈ ഒരു ഗ്രൂപ്പിൽ അതാരായിരിക്കും? സംഘവും ആദ്യം ഇനീഷ്യേറ്റീവ് സംഘം, പിന്നെ എല്ലാം സംഗീതത്തിന് ഓരോ പ്ലാനൊക്കെ ഉണ്ടാക്കും. ചളിയൊക്കെ അടിച്ച് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു വൈബായിരുന്നു. തമ്മിൽ നല്ല ചളിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. എന്റെ മുന്നോ, കാരണം അതാണല്ലോ റൊമാൻസ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു ബോണ്ട്. നമുക്ക് എന്തും ഏത് നിലവാരത്തിൽ പറയാൻ പറ്റും, എന്തും പറയാം, തുറന്നടിച്ച് പറയാൻ പറ്റുന്ന ഒരു പരിപാടി. എന്ത് ചളി അടിച്ചാലും പിന്നെ അവസാനമൊക്കെ ഇത്രയും ചെറിയൊരു മുറിയിനകത്ത് എല്ലാവരും ഒരു ജഡ്ജ്മെന്റ് അല്ല, നമുക്കറിയാം അത് ചളിയാണ്, അവർ കളിയാക്കും അറിഞ്ഞിട്ടും പോലും നമ്മൾ പറയുന്ന ഒരു പരിപാടിയിലേക്ക് എത്തി ലാസ്റ്റ് ഒക്കെ. നമ്മൾ ഈ ഒരു ഏതൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണെങ്കിലും നമുക്ക് മിക്കപ്പോഴും 3 പേര് അല്ലെങ്കിൽ 4 പേരുള്ള ഗ്രൂപ്പിൽ ഒരാൾ കാണും നമുക്കൊരു ടാർഗറ്റ് ആയിട്ട്. എല്ലാവരും കൂടെ അയാളെ ഇട്ടിട്ടായിരിക്കും മിക്കപ്പോഴും മീൻസ് ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരാളൊന്നും ഇല്ല. ഇതെങ്ങനെയാന്നറിയാം, നമ്മളെല്ലാവരും തമ്മിൽ കളിയാക്കും ടീസ് ചെയ്യെങ്കിലും വേറൊരാള് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും എല്ലാരും അന്യോന്യം അങ്ങോട്ടും ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉജ്ജ്വലം എല്ലാരും സൂപ്പറാണ്. അതാണ്, അത്രേ ഉള്ളൂ. മാത്യു, ഡിസ്ക്രൈബ് മഹിമ ഇൻ one word. One word, ഒറ്റ വാക്ക് പറഞ്ഞ തീരില്ല ഒരു വാക്കിൽ. സിസ്റ്റർ. അല്ല, എന്റെ അടുത്ത് എപ്പോഴും പറയും കുഞ്ഞിന് മാത്യുമോനെന്ന് വിളിക്കണം. എന്റെ അവന്റെയും ക്യാരവാൻ അടുത്ത, അതായത് ഞങ്ങൾ ഒരു ക്യാരവാന്റെ 2 സൈഡിലാണ് ഞാനും അവനും. അപ്പം രാവിലെ ഞാൻ എത്തുമ്പോ അവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് വിഷമം. ഞാൻ ഇങ്ങനെ ഡോർ ഒട്ടിക്കൊണ്ട് മാത്യു അവൻ തുറക്കൂല, ഞാൻ വിളിച്ചാലും മൈൻഡ് ചെയ്യൂല, ഞാൻ തുറപ്പിക്കും. ഇതേപോലെ എങ്ങനെ ഒരു ചേച്ചി ഫീൽ ആണോ അപ്പൊ കിട്ടുന്നത്? സ്വന്തം സിബ്ലിംഗ് ഫീൽ ലക്കി ആണല്ലോ, അങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അങ്ങനത്തെ ഒരു ഇതാണ് ഞങ്ങള് മനസ്സിലായില്ല, എല്ലാത്തിലും കയറി പിടിക്കും. ഇപ്പോഴത്തെ നിങ്ങളുടെ
ടാർഗറ്റ് ഞാനാണോ മാറിക്കോളും. ഒരാൾ ഫീസ് ചെയ്യുമ്പോൾ മറ്റാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. Don't worry. അർജുനേട്ടാ, എന്നാ പിന്നെ ശ്യാം ചേട്ടനെ കുറിച്ച് 1 വേർഡിൽ പറയും. ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു മച്ചാൻ. 1 വേർഡ്. ഹാർഡ് വർക്ക്. Hardworking? ഹാർഡ് വർക്കർ. എന്താ അങ്ങനെ തോന്നാനായിട്ടുള്ള റീസൺ? 1 വേർഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നീട്ടി ആ ഒരു 1 വേർഡ് Definition കൊടുക്കണം. എന്നാ ഹാർഡ് വർക്ക് ചെയ്യും ഹാർഡ് വർക്ക് ഇനി അത് ബാക്കി പറഞ്ഞു. ഇത് ഒരു 2.5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്ര വേർഡ്സ് പറയണം? Point ആയിട്ട് 12 മാർക്കാവുള്ളത് 2.5 മാർക്ക്. ഹാർഡ് വർക്ക് എന്താ അങ്ങനെ? എന്നെ കണ്ടിട്ടാ രണ്ടര. മതി. 5 അറിയാലോ ശ്യാം. സോറി അർജുൻ പറഞ്ഞു. എന്താ വെച്ചാല് കൂടുതൽ ഷ്യാമിനെ അറിഞ്ഞത് ഇന്റർവ്യൂസിന്റെ ഇടയിലൂടെയാണ്. അപ്പോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 9 വർഷം എടുത്ത് മച്ചാന് ഒരു പോയിന്റിലും മച്ചാന്റെ ആഗ്രഹം സ്വപ്നം നടത്താനൊക്കെ ആയിട്ട്. അപ്പൊ അതില് ആ പോക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഇന്റർവ്യൂവിന്റെ ഇടയിലൂടെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് കൂടുതൽ എനിക്ക് മനസ്സിലായത്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഹാർഡ് വർക്കർ. കാരണം ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ, പ്ലാന്. ആ പ്ലാനിന് വേണ്ടി പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് കൂടെ നിൽക്കാൻ വൈഫ് ഉണ്ടായി. അത് പൊളിയാണ്. ഞാൻ അതെനിക്ക് ഇതിനു മുമ്പ് ഷ്യാമിനെ അറിയാം. ഷ്യാമിന്റെ റീൽസും ടിക്ടോക്കും പരിപാടിയും സ്മ്യൂളും പരിപാടിയൊക്കെ തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. മെസ്സേജ് അയച്ചിട്ടുണ്ട് ആദ്യം, മച്ചാനെ അത് പൊളിച്ച സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നേരിട്ട് പനമ്പള്ളി നഗറിൽ വെച്ച് കണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഇത്രയും എല്ലാവരും അങ്ങനെ സ്ട്രഗ്ലിംഗ് ആണ്. പക്ഷേ ഈ കഴിഞ്ഞ പാസ്റ്റ് 2 days ആയിട്ട് പരിപാടി കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകണം, ഓക്കെ എല്ലാവരും ഇത്രയും ഹാർഡ് വർക്ക് പരിപാടി. അപ്പൊ നമ്മുടെ ത്രൂ ഔട്ട് ബ്രൊമാൻസിന്റെ ഷൂട്ടിംഗ് ഒക്കെ എവിടെ വെച്ചിട്ടായിരുന്നു? ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കൂർഗ്, വയനാട്, തേക്കടി, ഫോർട്ട്, ആലുവ ദേശം. ഫുള്ളൊരു ട്രിപ്പ് ആയിരുന്നല്ലോ. അപ്പൊ മൊത്തം എല്ലാ സ്ഥലവും കാണാൻ പറ്റിയല്ലോ. അതെ അതെ. എം ജി റോഡ് നക്ഷത്രങ്ങൾ വരെ കണ്ടു. എം ജി റോഡിന് പിന്നിൽ താൽ ഹോട്ടലോ എന്ത്? എം ജി റോഡിന് പിന്നിൽ എന്തോ ഒരു സ്റ്റോറി റോഡിന് നടുക്കല്. എന്താ സ്റ്റോറി? എന്താ സ്റ്റോറി ഒന്നുമില്ല. ആർക്കാണ് സ്റ്റോറി പറയാൻ താല്പര്യമുള്ളത്? ആർക്കില്ല. ശ്യാം ചേട്ടൻ എന്തോ ആ സ്റ്റോറിയൊക്കെ ന്യൂസിൽ വന്നതാണ്. ആ സ്റ്റോറിയൊക്കെ ന്യൂസിൽ വന്നതാണ്. സ്റ്റോറിയോളം വൈറലായിട്ടുള്ള സ്റ്റോറി വരുന്നു. ചെറിയ കാർ മറിച്ചായിരുന്നു ഞങ്ങൾ ഇതിന്റെ ഇടയിൽ. ഓർക്കുന്നു. നമ്മള് പറിച്ചെന്ന് അയ്യോ, പറയാം. ഞങ്ങൾ മറിച്ചല്ലോ. ഓടിച്ചാള്. ഓടിച്ച ആള്. പ്രൂഫ് ഉണ്ട്. അവിടെ CCTV ക്യാമറ. സത്യം. അപ്പൊ മഹിമയുടെ സംസാരിക്കാൻ കാസർഗോഡ് കാര്യമായിട്ടാണോ ഇതില്? അങ്ങനെ ഒരു ബേസ് ഉണ്ട്. ത്രൂ ഔട്ട് അങ്ങനെയല്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ പറയും. അങ്ങനെ സംഗീതിന്റെ ക്യാരക്ടറോ? ഹാക്കർ. കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്ന പോലെ ഹാക്കറാണ് ഈ പറഞ്ഞ പോലെ. ട്രെയിലറിൽ കണ്ട അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ സ്ഥിരം സിനിമകളിൽ കാണുന്നൊരു ഹാക്കറല്ല ആള്. ഒരു ഡെലിവറി ബോയ് ഒക്കെ ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്നല്ല. അത് മറ്റേ ഹുഡിയൊക്കെ ഇട്ട് ഇരുട്ടുമുറിയിലിരിക്കുന്ന ഹാക്കറല്ല. തുക്കടാ പൈസക്ക് വേണ്ടി എന്ത് വൃത്തിയോട് കാണിക്കുന്ന ഒരു ഹാക്കർ അല്ല, എത്തിക്കലാണ്. നമ്മൾ യൂഷ്വലി ഹാക്കർ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഇമേജ് അല്ല. അല്ല അല്ല. പിന്നെ ടെക്നോളജിക്കലി മാത്രല്ല ഹാക്ക് ചെയ്യണം, അല്ലാണ്ട് ഒരു മെന്റലിയും ഹാക്ക് ചെയ്ത മൈൻഡ് റീഡിംഗ് ഒക്കെ. മാത്യുവിന് എപ്പോഴെങ്കിലും ആരുടെങ്കിലും ഫോണൊക്കെ ഹാക്ക് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. അർജുനേട്ടനോ? എനിക്കോ? എന്തിനാണ് അവരവരുടെ ഫോൺ അവർ ഉപയോഗിക്കട്ടെ. നമ്മുടെ ഫോൺ നോക്കിയ പോലെ നമ്മുടെ ഫോൺ ആരും ഹാക്ക് ചെയ്യാൻ നോക്കിയ. ഹാക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ? എന്തെങ്കിലും ഇൻസ്റ്റ അക്കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഹാക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾ ആരെ ഹാക്ക് ചെയ്തില്ല. കാണിച്ച ചലഞ്ച് ചെയ്തിട്ടില്ല. വേറെന്തോ സംഭവം ലാലേട്ടന്റെ എന്തോ ഫേസ്ബുക്ക് അങ്ങനെ എന്തോ ഹാക്ക് ചെയ്തിട്ട് ലാലേട്ടൻ ഫാൻസ് പാകിസ്ഥാൻ ഹാക്ക് ചെയ്ത് ലാലേട്ടൻ ഓർഡറുള്ള എല്ലാവരും സാധനം ഹാക്ക് ചെയ്തിട്ട് മറ്റേ റെയ്ബാൻ വെച്ചിട്ട് പടയത്തിൽ ഇതൊക്കെ വെച്ചിട്ട് ലാലേട്ടൻ അങ്ങനത്തെ സാധനം ലാലേട്ടനല്ലേ അതല്ലേ കഥ തെറ്റാണെങ്കിൽ കട്ട് ചെയ്തത്.
കറക്റ്റാണ്. കറക്റ്റല്ലേ? ചേച്ചി പണി കൊടുത്തിട്ടുണ്ട് ഫാൻസ്. മാത്യു അങ്ങനെ ഇല്ലാത്ത കാര്യമൊന്നും പറയാറില്ല. അല്ല ഞാൻ ഇടയ്ക്ക് ഓ, പണി കൊടുക്കാണോ? തിരിച്ചു പണി കൊടുത്തത് മനസ്സിലായില്ല. ആഹാ, ഇപ്പഴാ മനസ്സിലായത്. അതെ അതെ അതെ. ഈ കൂട്ടില് ട്യൂബ്ലൈറ്റ് മഹിമയാണോ? അല്ല ഏയ് അല്ലല്ല. ഉം. അപ്പൊ തന്നെ